ഹജ്ജ് ചെയ്യാൻ കഴിവുള്ള എത്ര പേരുണ്ടാകും നമ്മളുടെ കൂട്ടത്തിൽ? ആളുകൾ വിചാരിച്ചു ഹജ്ജ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രായമാകണം, എല്ലാ ബാധ്യതകളും വീടണം. എന്ത് ബാധ്യത? അപ്പൊ ഭാര്യ ഗർഭിണിയാണ്, 6-ാം മാസമാണ്, ജനിക്കുന്ന കുട്ടി ഏതാ, ആണോ പെണ്ണോ എന്നറിയണം, എന്നിട്ട് അതിന്റെ കല്യാണം പോലും കഴിയണം. അതിനൊക്കെ ചെലവില്ലേ? 100 കൂട്ടം ചെലവുകളുടേതായ ശൃംഖല ശൈത്താൻ നമ്മുടെ മനസ്സിൽ തോന്നിപ്പിച്ചു. ഇതുവരെ ഹജ്ജിന് പോയിട്ടില്ല. ഓരോരുത്തരും ചിന്തിക്കണം, ഓരോരുത്തരുടെ സാമ്പത്തിക നിലവാരം മറ്റൊരാളോടല്ല പറയേണ്ടത്. എനിക്ക് എന്നെ അറിയൂ, നിങ്ങൾക്ക് നിങ്ങളെ ഓരോരുത്തരെയും അറിയൂ. ഇത് റഹ്മാനായ രാജാതിരാജനായ റബ്ബിന്റെ കോടതിയിൽ പറയേണ്ട കണക്കാണ്, ആരുടെയും ബോധ്യപ്പെടുത്തേണ്ട കണക്കല്ല. എന്താ ഞാൻ ഹജ്ജിന് പോകാത്തതെന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ പേപ്പർ എടുത്ത് എഴുതിക്കോ കാരണം. എന്നിട്ടൊന്ന് വായിച്ചു നോക്കി, ഒറ്റക്കിരുന്നിട്ട് ചിന്തിക്ക്, ഇന്ന് ഞാൻ മരിച്ചാൽ എന്റെ ബന്ധപ്പെട്ടവർ എത്രയും വേഗം എന്നെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് എന്നെ ഖബറിൽ കൊണ്ടുപോയി വെച്ച് ഞാൻ എന്റെ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോ അവിടെ എന്റെ റബ്ബ് അക്സെപ്റ്റ് ചെയ്യുന്ന, സ്വീകരിക്കുന്ന കാരണങ്ങളാണോ ഞാൻ ഈ എഴുതി വെച്ചിട്ടുള്ളത്? അതല്ല ആളുകൾ ചോദിക്കുമ്പോ എനിക്ക് ഒരുപാട് ന്യായം പറയണ്ടാവും. ആയിക്കോട്ടെ, ആളുകളുടെ മുമ്പിൽ രക്ഷപ്പെടും. പക്ഷേ നമ്മൾ ഓരോരുത്തർക്കും അറിയാം എന്റെ അവസ്ഥ എന്ത്. ആരും ഒരാളെയും കുറ്റപ്പെടുത്തേണ്ടതില്ല. ചില ആളുകൾ പുറമേക്ക് കാണുമ്പോൾ വലിയ സമ്പന്നരാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും. പക്ഷെ അവരുടെ പ്രയാസങ്ങൾ അവരും റബ്ബും മാത്രമേ അറിയുന്നുണ്ടാവുകയുള്ളൂ. ചില ആളുകൾ പുറമേക്ക് വലിയ പിശുക്കന്മാരായിട്ട് നേരത്തിന് നല്ലൊരു ഭക്ഷണം പോലും കഴിക്കാതെ, നല്ലൊരു വസ്ത്രം പോലും ഉടുക്കാതെ ഞാനൊരു പാവമാണ് എന്നിങ്ങനെ പിശുക്ക് കാണിച്ചുകൊണ്ട് ജീവിക്കുന്ന, അങ്ങനെ നടിക്കുന്ന മുതലാളിമാരുണ്ടാകും. പരലോക കോടതിയിൽ ഇവരെയൊക്കെ തിരിച്ചറിയും. മനുഷ്യരുടെ കോടതിയിൽ ഇളവുണ്ടാകും. അയാൾ പാവ, അയാൾക്ക് അതിനൊന്നുമില്ല. ഓൻ വലിയ മുതലാളിയാ, ഇതുവരെ പോയിട്ടില്ല. രണ്ടും പറയണ്ട നമ്മൾ. അതൊക്കെ തീരുമാനിക്കുന്ന ഒരു ലോകം വരും. അത് മരണ നേരത്ത് തുടങ്ങും. ആ ലോകം മരണത്തിന്റെ മലക്ക് വന്ന റൂഹങ്ങട്ട് വലിച്ചൂരുമ്പോ അവിടെ വെച്ച് പറയും, റബ്ബി, എന്റെ രക്ഷിതാവേ, ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, ഒരടുത്ത സമയത്തേക്ക് നീ എന്നെ പിന്തിപ്പിച്ചാൽ ഞാൻ നല്ലവനായി ജീവിച്ചോളാം, സ്വതക്ക കൊടുത്തോളാം, സക്കാത്ത് കൊടുക്കാതെ കുടിശ്ശികകൾ ഒരുപാട് ബാക്കി വെച്ചവനാണ് ഞാൻ. നിർബന്ധമായിട്ടും ഹജ്ജിന് പോകാതെ ഒരു കൊല്ലത്തിൽ 4-5 ദിവസം മാത്രം നിർവഹിക്കാൻ സാധ്യമാകുന്ന ഒരു ഇബാദത്ത് വിവിധ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ നീട്ടിയിട്ടവനാണ്. റബ്ബേ, ഞാൻ പോയിക്കോളാം, ഞാൻ ഹജ്ജ് ചെയ്തോളാം, ഒന്നെന്നെ പിന്തിപ്പിക്കുമോ? ആ വാക്കുകൾ വിഫലമാണ്. ആ വാക്കുകൾക്ക് വിലയുണ്ടാവില്ല. നേരെ പോകും ഖബറിലേക്ക്. അവിടെ ആരാണ്ടാവുക? ആർക്ക് വേണ്ടിയായി മുതൽ കൂട്ടിവെച്ചത്? ആർക്ക് വേണ്ടിയായി ന്യായങ്ങൾ പറഞ്ഞിട്ട് ഇതിങ്ങനെ ഒതുക്കി കൂട്ടിവെച്ചത്? പരലോക കോടതിയിൽ നമ്മളൊറ്റക്ക് ഖബറിൽ വിചാരണ അതിന്റെ പേരിൽ നേരിടുമ്പോ വലിയ പ്രോപ്പർട്ടികളുള്ള മുതലാളി ഖബറിൽ കിടക്കാണ്. ഒരുപാട് ബാങ്ക് ബാലൻസുകൾ, ഒരുപാട് ബിൽഡിങ്ങുകൾ, അതിൽ കുമിഞ്ഞുകൂടുന്ന വാടകകൾ, വരുമാന മാർഗങ്ങൾ, ഏക്കർ കണക്കിന് പറമ്പുകൾ, ഒരുപാട് സമ്പത്തിന്റെ ഉടമ, 100 കണക്കിന് പവനുടെ ആഭരണങ്ങളുടെ ഉടമയായ പെണ്ണ്. അവളും പറഞ്ഞു, എനിക്കൊന്നും ഹജ്ജ് നിർബന്ധമല്ല, ഞാനൊന്നും ഹജ്ജിന് പോണ്ട. ബന്ധപ്പെട്ടവരെ ഖബറിൽ തനിച്ചാക്കി തിരിച്ചു പോരുമ്പോ, നമ്മൾ അതിന്റെ പേരിൽ വിചാരണ നേരിടുമ്പോ, നമ്മുടെ ബന്ധപ്പെട്ടവർ ഇവിടെ വില്ലേജ് ഓഫീസിലേക്കും താലൂക്ക് ഓഫീസിലേക്കും ഒക്കെ കയറി ഇറങ്ങിയാണ്. എന്റെ ബാപ്പ മരിച്ചിട്ടുണ്ട്, ഉമ്മ മരിച്ചിട്ടുണ്ട്, ഭർത്താവ് മരിച്ചിട്ടുണ്ട്, ഭാര്യ മരിച്ചിട്ടുണ്ട്, ഇതാ ഡെത്ത് സർട്ടിഫിക്കറ്റ്, ഇനി മുതലൊക്കെ ഞങ്ങളെ പേരിലാക്കി തരണം. അത് വീതിക്കാൻ പിന്നെ കടിപിടിയാണ്, പിന്നെ തർക്കമാണ്, കോടതി കയറലാണ്. ഏതാടോ ഈ മുതല്? സക്കാത്ത് കൊടുക്കാതെ ഹജ്ജ് ചെയ്യാതെ നീ ഒതുക്കി പിശുക്ക് കാണിച്ചു കൂട്ടിവെച്ച മുതല്. അതിന്റെ പേരിൽ നമ്മൾ ഖബറിൽ ശിക്ഷിക്കപ്പെടുകയാണ്. പക്ഷേ ബന്ധപ്പെട്ടവർ ഇവിടെ അത് ഓഹരി വെക്കാനുള്ള തിരക്കിലാണ്. നമ്മുടെ ഖബറിന്റെ സമീപത്തുകൂടെ, പള്ളിക്കാട്ടിന്റെ അടുത്തുകൂടെ ആ ബന്ധപ്പെട്ടവർ നടന്നു പോകുമ്പോ, എന്റെ ഉമ്മയാണ് ആ കിടക്കുന്നത്, എന്റെ ഉപ്പയുടെ ഖബറാണിവിടെ, ഒന്ന് നോക്കി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോലും മനസ്സില്ലാത്ത ജനറേഷനാണ് വളർന്നു വരുന്നത്. പക്ഷേ അൽഹംദുലില്ലാഹ്, ഒരുപാട് നല്ല മക്കൾ, 5 നേരവും ബാപ്പക്കും ഉമ്മക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ജീവിച്ചിരിക്കുമ്പോഴും അവരെ കുറിച്ച് നമുക്ക് മരണാനന്തരവും പ്രതീക്ഷ തന്നെയാണ്. അവര് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവര് നമ്മുടെ ഖബറിൽ വരും. അല്ലാതെയും അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അവർ നമ്മളെ മറക്കില്ലെന്ന്.
പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, ഇതൊന്നും പഠിപ്പിക്കാതെ ചിന്തിക്കാതെ നമ്മളാണ് മരിച്ചുപോയി, മുതലിവിടെ ഇട്ടേച്ചു പോയി, റബ്ബിന്റെ കോടതിയിൽ രക്ഷപ്പെടുമെന്ന് വിചാരിക്കണ്ട. അതുകൊണ്ടാ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അറാദൽ ഹജ്ജ, ആരെങ്കിലും ഹജ്ജ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫൽയതഅജ്ജൽ, അത് പെട്ടെന്ന് ചെയ്യട്ടെ. പെട്ടെന്ന് ചെയ്യട്ടെ പറഞ്ഞാല് ഇപ്പൊ സഫർ മാസാണ്, പെട്ടെന്ന് ചെയ്യട്ടെ വിചാരിച്ചു നിങ്ങൾക്ക് ടിക്കറ്റ് എടുത്ത് പോയിട്ട് ചെയ്യാൻ പറ്റുന്നതാണോ ഹജ്ജ്? ഹജ്ജ് വരെ കാത്തിരിക്കണം. അതിന് ശവ്വാല് മുതൽക്ക് ഹജ്ജ് മാസം തുടങ്ങും. അതിനുള്ള യാത്രകള്, മറ്റ് കാര്യങ്ങള്, പ്ലാനിങ്ങുകള്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഗവൺമെന്റ് കോട്ടയിലുള്ളതിന്റെ ഡേറ്റ് ഇന്ന് അവസാനിക്കുന്നു. നറുക്കെടുപ്പ് കഴിഞ്ഞോ ഇല്ലേ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇനിയും അവസരങ്ങൾ, വ്യത്യസ്തങ്ങളായ അവസരങ്ങളുണ്ട്. ഹജ്ജ് ചെയ്ത് പോയി തിരിച്ചു വരുവാനുള്ള സാമ്പത്തിക ശേഷി നിങ്ങളുടെ കൈകളിലുണ്ടോ? നിങ്ങൾ ആർക്കെങ്കിലും കടം കൊടുക്കാതെ, നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന കടക്കാരും ബാക്കിയില്ലാതെ നിങ്ങളുടെ കയ്യിലുണ്ടോ? നിങ്ങൾക്ക് ഹജ്ജ് നിർബന്ധമാണ് പ്രിയമുള്ളവരെ, ഹജ്ജ് നിർബന്ധമാണ്. നല്ല യൗവനത്തിൽ ചെയ്യാൻ കഴിയുന്നവർക്ക് ഏറ്റവും ഉത്തമമായ കാര്യമാണിത്. വാർദ്ധക്യമുണ്ടായിട്ട് കിളവിയായ ഉമ്മയും ഉപ്പയും പോയി ചെയ്യേണ്ട കർമ്മമല്ല ഹജ്ജ്. അങ്ങനെ ചെയ്താൽ കൂലില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ പോയി വന്ന് അനുഭവിച്ചവരോട് ചോദിച്ചു നോക്ക്, അവിടെ പോയാലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നു. വയോവൃദ്ധകളായ സ്ത്രീകളും വയോവൃദ്ധന്മാരായ ഉപ്പമാരും സഹോദരന്മാരും നല്ല കാലത്ത് അവര് ചെയ്തില്ല. നല്ല ആരോഗ്യത്തോടെയുള്ള സമയത്ത് ചെയ്യേണ്ടതാ ഹജ്ജ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഓരോരുത്തരോടും എന്നോടെന്ന പോലെ പറയാണ്, എനിക്കങ്ങനെ പോയി വരാൻ നിർബന്ധമായ ആ ഹജ്ജ് ആയുഷ്കാലത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യാനുള്ള പണം തികഞ്ഞാൽ ഉടനെ പൊയ്ക്കോളണം, പിന്നേക്ക് നീട്ടിവെക്കരുത്. എന്തേ കാരണം? മുത്ത മുസ്തഫ പറയുന്നത് ശ്രദ്ധിക്കുക, ആരെങ്കിലും ഹജ്ജ് ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവനത് പെട്ടെന്ന് തീരുമാനമെടുത്തത് ചെയ്യട്ടെ. കേട്ടോളൂ, കാരണം ഫൈന്നഹു ഖദ് യംറദുൽ മരീദ്, മനുഷ്യൻ രോഗിയായേക്കാം. ഇപ്പൊ നല്ല ആരോഗ്യമുണ്ട്, അടുത്ത കൊല്ലം പോകാം, 2028 പോകാം. അന്ന് നാം ഉണ്ടോ? ആരാ ഗ്യാരണ്ടി പറയാൻ? എന്തിനാ 28ഉം 27ഉം കാത്തു നിൽക്കുന്നത്? നാളെ നമ്മളുണ്ടോ? ഈ മെമ്പറിൽ നിന്ന് ഞാൻ ഇറങ്ങുമെന്ന് എനിക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഫൈന്നഹു ഖദ് യംറദുൽ മരീദ്, മനുഷ്യൻ രോഗിയായേക്കാം. വതദില്ലുൽ ളാല്ല, വാഹന തടസ്സങ്ങൾ ഉണ്ടായേക്കാം. പോകാനുള്ള പെർമിറ്റുകളൊക്കെ ചിലപ്പോൾ റദ്ദാക്കും, ചിലപ്പോൾ അത് അവസാനിക്കും. ഇപ്പൊ ചാൻസ് ഉണ്ട്, ഇക്കൊല്ലം പോയില്ല, എന്നാ പിന്നെ അടുത്തല്ലോ, കഴിഞ്ഞിട്ടും പോയില്ല. അത് ചെയ്യാതെ ഒരാൾ മരിച്ചുപോയ അയാൾ കുറ്റക്കാരനാവൂലേ? ചിന്തിക്ക് പ്രിയപ്പെട്ടവരെ, ചിന്തിക്ക്. ഫൈന്നഹു, അതാ പറയുന്ന മൂന്നാമത്തെ കാരണം, മറ്റു പ്രയാസങ്ങളൊക്കെ വരാം, ഏതെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടാകാം. ഇത് നമ്മൾ ചിന്തിക്കണം. ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നല്ല ക്ഷമ വേണം എന്നാ പറയുന്നത്. അതിന് ലക്ഷങ്ങൾ ചെലവുണ്ട്. ഇന്ന് ഗവൺമെന്റ് കോട്ടയിൽ പോവുകയാണെങ്കിൽ 4 ലക്ഷത്തിനടുത്ത് ചെലവുണ്ട്. സ്വകാര്യ കമ്പനികളുടെ കൂടെയാണെങ്കിൽ 7-8 ലക്ഷം ചെലവുകളുണ്ട്. ഇനിയും കൂടിയേക്കാം, കുറയുമെന്നാരും പ്രതീക്ഷിക്കണ്ട. അവരവരുടെ കാര്യം തീരുമാനിച്ചോളൂ. ആരെയും കുറ്റപ്പെടുത്തണ്ട, ആരെക്കുറിച്ചും ആലോചിക്കണ്ട. ഞാൻ എന്നെ കുറിച്ച് ചിന്തിക്കുക, എന്റെ മക്കൾ അവരെ കുറിച്ച് ചിന്തിക്കുക, എന്റെ അയൽക്കാർ അവരെ കുറിച്ച് ചിന്തിക്കുക, എന്റെ കൂട്ടുകാർ അവരെ കുറിച്ച് ചിന്തിക്കുക. ഈ ശബ്ദം ശ്രവിക്കുന്ന ഇപ്പോഴും ശേഷമുള്ളവരും അവരവരെ കുറിച്ച് ആലോചിക്കുക. ഇതാരുടെയും മുമ്പിൽ കണക്ക് പറയേണ്ടുന്ന ഒരു സെയിൽസ് ടാക്സ് ഉദ്യോഗസ്ഥനും നമ്മുടെ മുതൽ വന്ന് പരിശോധിക്കാൻ പോകുന്നില്ല. ഇത് റഹ്മാനായ റബ്ബിന്റെ കോടതിയിൽ ഞാനും നിങ്ങളും ഒറ്റക്ക് പറയേണ്ട കണക്കാണ്. إن هذه تذكرة فمن شاء اتخذ إلى ربه سبيلا